അപ്പൊ നമ്മുടെ ഓണം കളക്ഷന്റെ പാർട്ട് 2 കണ്ടാലോ? ഞാനിപ്പോ ഇട്ടേക്കുന്ന ഒരെണ്ണം കോറ കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഇവിടേക്കായിട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ടോപ്പ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏലിയൻ കൺസെപ്റ്റിലേക്കാണ് ചെയ്തേക്കുന്നത്. 2 സൈഡിലേക്കായിട്ട് പോക്കറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിമാൻഡ് വന്നത് നമ്മുടെ കിഡ്സിന്റെ ഡ്രസ്സിൽ ഈ ഒരു പാറ്റേണിനായിരുന്നു യൂസ് ചെയ്തേക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് മൽച്ചന്തേരി ആട്ടോ. ഒരു ഗ്യാതേർഡ് കൈൻഡ് ഓഫ് ഡ്രസ്സ്. ഇവിടേക്കായിട്ട് ഒരു ബോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഒരു ഏലിയൻ കട്ടിങ് പോലെ വരുന്ന ക്രേപ്പിന്റെ ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് മൽച്ചന്തേരിയിലേക്ക് തന്നെ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്കായിട്ട് കൊടുത്തേക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. ഇവിടേക്കായിട്ട് ജസ്റ്റ് ഒരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം കേട്ടോ. നെക്ക് ലൈനിന്റെ ഇവിടേക്കായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ വന്നേക്കുന്നത് പ്ലെയിൻ ഏരിയൻ കട്ടിങ്. ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ്. നെക്സ്റ്റ് വന്നേക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് നമ്മുടെ ഒരു ലോട്ടസിന്റെ കൈൻഡ് ഓഫ് ഒരു എംബ്രോയിഡറി വർക്ക് പൈപ്പിംഗും കൊണ്ട് അതിന്റെ പാനലിംഗ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലേക്ക് പ്ലെയിൻ ഏരിയൻ കട്ടിങ് വരുന്നത്. കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പിന്റെ താഴെ ഹെം ലൈനിലേക്കും സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ലേസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാം കേട്ടോ. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രമേ ഈ ഒരു ലേസ് വർക്ക് വരുന്നുള്ളൂ. 2 സൈഡിലേക്കായിട്ട് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് സെയിം തന്നെ സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിലേക്ക് ഫുൾ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതും. കോറ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ എല്ലാത്തിന്റെ തന്നെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസിലേക്കായിരിക്കും എ ലൈൻ കൺസെപ്റ്റിലേക്കുള്ളത്. ബാക്കിയും കൂടെ പെട്ടെന്ന് ഇട്ട് കണ്ടുപോകാം. നെക്സ്റ്റ് ടോപ്പിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്ന കോറ കോട്ടൺ തന്നെയാട്ടോ. ഈ ടോപ്പിന് 2 സൈഡിലേക്കായിട്ട് പോക്കറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് 3 പാനൽ ചെയ്താ വന്നിരിക്കുന്നത്. ആ പാനൽസിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഒരു പൈപ്പിംഗ് കൊണ്ടാണ്. നമ്മുടെ ഒരു എംബ്രോയിഡറി ആ ഒരു സെയിം കളറിലെ ഒരു പൈപ്പിംഗ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈ സെയിം ലേസ് തന്നെയാണ് ടോപ്പിന്റെ താഴെ ഹെം ലൈനിലേക്കായിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിംഗ് വരുന്നത്. കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതോടെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന മൽച്ചന്തേരി ഫാബ്രിക്കിനകത്തേക്ക് ഈ ഒരു ടോപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ഡിസൈനർ, അതായത് ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഇവിടേക്കായിട്ട് ഒരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലേസ് കൊണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ആ ടോപ്പിന്റെ താഴെ ഹെം ലൈനിലെ ആ ഒരു വർക്ക് തന്നെ നമ്മൾ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലേക്ക് ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ എയർലൈൻ കട്ടിങ് തന്നെയാണ് വരുന്നത്. 47 ഇഞ്ചസ് ആ ലെങ്ത് വന്നേക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ കിഡ്സിന്റെ ഫ്രോക്ക് ആട്ടോ. ഇതിപ്പോ മറിയക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ജസ്റ്റ് കൈ പിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൽച്ചന്തേരിക്കകത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മദർ ഡോട്ടർ കോംബോ എന്ന് പറയാം. കാരണം ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സെയിം തന്നെ നമുക്ക് മീൻസ് മോംസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലേഡീസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെയിം ടോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെക്ക് ലൈൻ്റെ ഇവിടേക്കായിട്ട് കുറച്ച് പ്രിൽസ് കൊടുത്തിട്ടുണ്ട്. താഴേക്കായിട്ട് ഗ്യാദേഴ്സ് വരുന്നുണ്ട്. ഇവിടേക്കായിട്ട് ഒരു ബോ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബോ ആട്ടോ. ബാക്കിലേക്ക് ഇതിന്റെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫാബ്രിക് പ്ലെയിൻ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടേക്ക് വരെ സിബും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടാനും ഊരാനും ഒന്നും ബുദ്ധിമുട്ടില്ല. സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ക്രേപ്പിന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സൈസ് ചാർട്ടിനകത്തൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക. കുറെ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈസ് വൈസ് ആണ് കൊടുത്തത്, ഏജ് വൈസ് കൊടുത്തില്ലായിരുന്നു. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ മോള് മറിയക്കുട്ടിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. അവളുടെ ഏജ് ശരിക്കും 8 years ആണ്. പക്ഷെ അവൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 അല്ലെങ്കിൽ 26 സൈസിൻ്റെതാണ്. മീൻസ് യൂഷ്വലി ആ ഒരു ഏജിലൊക്കെ ഉള്ള ഗ്രൂപ്പിലെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28, 30 കയറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. ഓക്കെ, എന്റെ മോൾ ഇപ്പം 8 years ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ അതുകൊണ്ട് യൂഷ്വലി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സൈസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. എന്നാലും നമ്മളുടെ അപ്രോക്സിമേറ്റ് വെച്ചിട്ട് നമ്മൾ ഏജും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പൊ വണ്ണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് എക്സ്ട്രാ മാർജിൻ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അഥവാ ഇനിയിപ്പോൾ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കൂട്ടിയിടാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് 10 to 15 അതിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് എല്ലാ പ്രൊഡക്ട്സും തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വരും ദിവസങ്ങളിൽ ഓണത്തിന് ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ.